ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് അറിവിൻ്റെ പുതിയൊരു വീഡിയോ ഇട്ട് സാധാരണ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഇന്ന് സർപ്രൈസ് ആയിട്ട് OTT വഴി റിലീസ് ചെയ്യുന്ന സിനിമകളെക്കുറിച്ചും അവിടെ പിന്നെ വരും ദിവസങ്ങളായിട്ട് OTT വഴി റിലീസിനെത്താൻ പോകുന്ന സിനിമകളെക്കുറിച്ചൊക്കെയാണ്. അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുതിയ സിനിമാ വിശേഷങ്ങൾക്ക് OTT അപ്ഡേറ്റ്സുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഇന്ന് നിരവധി ചിത്രങ്ങളാണ് OTT വഴി റിലീസിനെത്തിയിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ചിത്രം നോക്കുകയാണെങ്കിൽ പ്രവാസ് കേന്ദ്ര കഥാപാത്രത്തെ ഏറ്റവും പുതിയ തെലുങ്ക് ചിത്രമായിരുന്നു കൽക്കി 2898 AD എന്ന് പറയുന്ന സിനിമ. ഇന്നലെ ചിത്രത്തിന്റെ സൗത്ത് ഇന്ത്യൻ വെർഷൻ റിലീസ് ചെയ്തിട്ടായിരുന്നു ആമസോൺ പ്രൈം വീഡിയോസ്. ഇന്ന് ഇതാ ചിത്രത്തിന്റെ ഹിന്ദി വെർഷൻ നെറ്റ്ഫ്ലിക്സിൽ ലഭ്യമായിട്ടുണ്ട്. എന്തൊക്കെയാണ് ചിത്രത്തിന് വലിയൊരു സ്വീകാര്യത തന്നെയാണ് OTT പ്ലാറ്റ്ഫോമിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ചിത്രം ഏകദേശം 60 ദിവസങ്ങൾ പിന്നിട്ടിട്ട് ഇപ്പോഴും തിയേറ്ററിൽ മികച്ചൊരു വിജയമായിട്ട് തന്നെ തുടരുന്നുണ്ട്. ഇന്ന് സർപ്രൈസ് ആയിട്ട് OTT റിലീസിനെത്തിയിരിക്കുന്ന മറ്റൊരു ചിത്രം നോക്കിയാണ് മലയാള ചിത്രമാണ് സ്വകാര്യ സംഭവ ബഹുരം എന്ന് പറയുന്ന സിനിമയാണ്. ചിത്രം മനോരമ മാക്സിൽ ഇപ്പോൾ ഇത് ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് മനോരമ മാക്സ്, സിംപ്ലി സൗത്ത് തുടങ്ങിയ OTT പ്ലാറ്റ്ഫോം വഴി ഈ ഒരു സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇന്ന് സർപ്രൈസ് ആയിട്ട് OTT റിലീസിനെത്തിയിരിക്കുന്ന മറ്റൊരു ചിത്രം നോക്കുകയാണെങ്കിൽ നമ്മുടെ ധനുഷ് കേന്ദ്ര കഥാപാത്രത്തെ ഈ വർഷത്തെ വിജയ ചിത്രമായ രായൻ എന്ന് പറയുന്ന സിനിമയാണ്. 150 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത ചിത്രം ഇപ്പോഴും വിജയകരമായിട്ട് പ്രദർശനം തുടരുകയാണ്. ചിത്രം ഇപ്പോൾ ആമസോൺ പ്രൈം വീഡിയോസിൽ ലഭ്യമായിട്ടുണ്ട്. തമിഴിന് പുറമെ തന്നെ മലയാളം, കന്നഡ, തെലുങ്ക്, ഹിന്ദി തുടങ്ങിയ ഭാഷയോടെയായിട്ട് നമുക്ക് ഈ ഒരു സിനിമ ഇപ്പോഴും മുതൽ ആമസോൺ പ്രൈം വീഡിയോസ് വഴി കാണാൻ സാധിക്കുമായിരിക്കും. അപ്പോൾ ഇത്തരം ചിത്രങ്ങൾ ഈ ആഴ്ച റിലീസിനെത്തിയിട്ടുണ്ട്. അതോടൊപ്പം വരും ദിവസങ്ങളായിട്ട് OTT റിലീസിലെത്താൻ പോകുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കണേ. മലയാളത്തിൽ നിന്ന് 3 ചിത്രങ്ങളുടെ കൺഫേംഡ് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ചിത്രം നോക്കുകയാണെങ്കിൽ ദിലീപ് കേന്ദ്ര കഥാപാത്രത്തെ പവി കെയർടേക്കർ എന്ന് പറയുന്ന സിനിമയാണ്. വിനീതായിരുന്നു ഈ ഒരു സിനിമ ഡയറക്ട് ചെയ്തിട്ടുണ്ടായത്. ചിത്രം അവർ ആവറേജ് വിജയമൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ടായത്. ഇപ്പോൾ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് പ്രകാരം മനോരമ മാക്സിൽ ഈ വരുന്ന ഓണം നാളുകളിൽ ചിത്രം സ്ട്രീമിംഗ് നടത്തുന്നതാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ചിത്രത്തിന്റെ കമ്മിങ് സൂൺ ലിസ്റ്റിൽ തന്നെയാണ് ഇപ്പോഴും ചിത്രം കിടക്കുന്നത്. വരും ദിവസങ്ങളിൽ നമുക്ക് ഡേറ്റ് അറിയാൻ സാധിക്കുന്നു പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ കൺഫേംഡ് ആയിട്ടുള്ള മറ്റൊരു ചിത്രം നോക്കുകയാണെങ്കിൽ നമ്മുടെ ബിജു മേനോൻ, ആസിഫ് അലി തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തെത്തിയ തലവൻ എന്ന് പറയുന്ന സിനിമയാണ്. ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം തന്നെ സോണി ലൈവ് സ്വന്തമാക്കി നമ്മൾ നേരത്തെ തന്നെ അറിയിച്ചാണ്. അപ്പോൾ സോണി ലൈവ് വഴി നമുക്ക് ഈ വരുന്ന സെപ്റ്റംബർ മാസം 12-ാം തീയതി ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾ എത്ര പേരാണ് ഈ സിനിമയുടെ OTT റിലീസിന് വേണ്ടി കാത്തിരിക്കുന്ന കമന്റ് ബോക്സിൽ പങ്കുക. അവിടെ പിന്നെ ഡേറ്റ് കൺഫേംഡ് ആയിട്ടുള്ള മറ്റൊരു അപ്ഡേറ്റ് ഏത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ലെവൽ ക്രോസ് എന്ന് പറയുന്ന സിനിമയുടെയാണ്. ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം തന്നെ സ്വന്തമാക്കിയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് എന്ന് നമ്മൾ നേരത്തെ തന്നെ അറിയിച്ചാണ്. നെറ്റ്ഫ്ലിക്സ് ചിത്രത്തിന് സെപ്റ്റംബർ മാസം ആദ്യത്തോടുകൂടി സ്ട്രീമിംഗ് നടത്തുന്ന അറിയിച്ചിട്ടുണ്ട്. ഡേറ്റ് കൺഫേം ആയിട്ടില്ല. ഡേറ്റ് കൺഫേം ആകുന്നതനുസരിച്ച് നമ്മൾ നമ്മുടെ വീഡിയോ ഭാഗത്ത് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും ചിത്രങ്ങളുടെ കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ആസിഫ് അലി, കുഞ്ചാക്കോൻ തുടങ്ങിയ കേന്ദ്ര കഥാപാത്രത്തെത്തിയ അഡിയോസ് അമീഗോയുടെ ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം തന്നെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കി എന്നൊരു ഹ്യൂമറൊക്കെ അറിയാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ എത്രത്തോളം കൺഫേം ആണെന്ന് അറിയത്തില്ല. അങ്ങനെയാണ് ഒരുപക്ഷെ നമുക്ക് സെപ്റ്റംബർ മാസം ഓണം നാളുകളിലായിട്ട് അഡിയോസ് അമീഗോസ് എന്ന് പറയുന്ന സിനിമ കാണാൻ സാധിക്കുമായിരിക്കും. അതോടൊപ്പം നടികർ എന്ന് പറയുന്ന ടൊവിനോ തോമസ് ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം തന്നെ നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കിയിട്ടുണ്ട്. എന്നാൽ നെറ്റ്ഫ്ലിക്സ് എന്നാണ് ഈ സിനിമയെ സ്ട്രീമിംഗ് ചെയ്യുന്നതെന്ന് ഇപ്പോൾ അറിയിച്ചിട്ടില്ല. എന്തൊക്കെയാണ് നമുക്ക് വരും ദിവസങ്ങളിൽ തന്നെ കാണാൻ സാധിക്കുന്നത് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്രയും ചിത്രങ്ങളുടെ അപ്ഡേറ്റ്സ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുക. അപ്പോൾ ഈ ചിത്രങ്ങൾ ഏത് ചിത്രം കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന കമന്റ് ബോക്സിൽ നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണം.